മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ മന്മാരരാമതിൽ അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ മന്മാരരാമതിൽ അന്നോ നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ അന്നോ നിൻ കൃപാദാനമിന്നും ജീവിച്ചിടുവാൻ ജ്ഞാന ശക്തിയാലെ നിത്യം നടത്തണമേ ജ്ഞാന ശക്തിയാലെ നിത്യം നടത്തണമേ ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് തിരിഞ്ഞോടിഞ്ഞ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് തിരിഞ്ഞോടിഞ്ഞ സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു ആർക്കും വന്നിച്ചു കൂടാത്ത സർഗസന്തോഷമാകത്തിനാക്കിയല്ലോ നീ ആർക്കും വന്നിച്ചു കൂടാത്ത സർഗസന്തോഷമാകത്തിനാക്കിയല്ലോ നീ മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ മാറ്റം വരാതെ എന്നെ കാക്കേണം പൊന്നുനാഥ ഈ ലോകം വിട്ടു നിന്റെ ലോകം ചേരുവോളം ഈ ലോകം വിട്ടു നിന്റെ ലോകം ചേരുവോളം ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടിന സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടിന സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു എന്നു മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ തന്തയെ ചേർക്കുക എന്നു മേഘത്തിൽ വരുമോ മധ്യാകാശത്തിൽ തന്റെ തന്തയെ ചേർക്കുക വന്നു വിളിച്ചിടുമ്പോൾ അന്നു വസിച്ചിടും വന്നു വിളിച്ചിടുമ്പോൾ അന്നു വസിച്ചിടും ഞാൻ നിങ്ങളുള്ള സമ്മാനം വന്നു ഞാൻ ഗാനം പാടും നിങ്ങളുള്ള സമ്മാനം വന്നു ഞാൻ ഗാനം പാടും ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടിന സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു ഭാവിയായി ജീവിച്ചപ്പോൾ അതേക്കു ദൈവമില്ല ഭാവിയായി ജീവിച്ചപ്പോൾ അതേക്കു ദൈവമില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല സ്വർഗ സന്തോഷമില്ല നിത്യ സ്നേഹിതരില്ല ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടിന സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു ലോകത്തിൻ മോഹങ്ങൾ കൊണ്ട് വീരഞ്ഞോടിന സ്വർഗഭാഗ്യങ്ങൾ വെടിഞ്ഞു തൊണ്ണൂറ്റിയെട്ടാം പാഠം 98 വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ അന്ത്യകാലം വന്നാടുത്തെ അന്ത്യകാലം വന്നാടുത്തെ നമ്മുടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ നമ്മുടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവേ അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നീ വിശുദ്ധ നാളായി പാതരം വിട്ടു അബ്രഹാം ഇസ്ഹാക്ക് യാക്കോബ് എന്നീ വിശുദ്ധ നാളായി പാതരം വിട്ടു കാത്തു കാത്തു നിന്നിടുന്ന സോദര നീ ഒത്തിടുക കാത്തു കാത്തു നിന്നിടുന്ന സോദര നീ ഒത്തിടുക പൂർത്തിയായി നിന്റെ നരത്തു പാതരം വെടിഞ്ഞു പോകാം പൂർത്തിയായി
നിന്റെ വാർത്തകം വെടിഞ്ഞു വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ ഉന്നത വീഴ്ച വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ ഉന്നത വീഴ്ച വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ മണ്ണിടത്തിൽ നിന്നെ ഒത്തു ഉന്നതം വെടിഞ്ഞു വന്ന മണ്ണിടത്തിൽ നിന്നെ ഒത്തു ഉന്നതം വെടിഞ്ഞു വന്ന അന്നന്റെ വന്യവാദമെന്നു നന്നായി വന്നിച്ചിടാം അന്നന്റെ വന്യവാദമെന്നു നന്നായി വന്നിച്ചിടാം വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ ഈ ലോകരാജ്യം സ്ഥാപിക്കാതെ ലോകരാജ്യം വേഗമിതാകമിക്കാതെ ഈ ലോകരാജ്യം സ്ഥാപിക്കാതെ ലോകരാജ്യം വേഗമിതാകമിക്കാതെ പാപമില്ല പരിശുദ്ധൻ കാരണത്തിൽ വന്നു തന്റെ പാപമില്ല പരിശുദ്ധൻ കാരണത്തിൽ വന്നു തന്റെ പാവനമായി ജീവിക്കുന്ന പാവനരെ ചട്ടിടും പാവനമായി ജീവിക്കുന്ന പാവനരെ ചട്ടിടും വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ ഇനി അല്പകാലം മാത്രമേയുള്ളൂ നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം ഇനി അല്പകാലം മാത്രമേയുള്ളൂ നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാം എത്ര നാളിൽ വിളിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ എത്ര നാളിൽ വിളിച്ചിടുമോ അത്ര നാളും രക്ഷകന്റെ ആത്മാവാലെ ശക്തിയത്തൻ ആത്മാവാലെ ശക്തിയത്തൻ കൂട്ടം വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ അന്ത്യകാലം വന്നടുത്ത് ബന്ധക്കൊസിൻ ജ്വാലയാലെ അന്ത്യകാലം വന്നടുത്ത് ബന്ധക്കൊസിൻ ജ്വാലയാലെ സ്വന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ സ്വന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാമേ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ ഇന്നത്തെ കർത്താവ് കർമ്മ സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 പതിനേഴാം സങ്കീർത്തനം. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അതിരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായ ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലങ്കയാൽ രക്ഷിക്കുന്നവനായുള്ളവേ, നിന്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. എന്നെ ചുറ്റുകളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചെറിയ എന്നെ മറച്ചുകൊള്ളണമേ.
അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്നു, ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വയ്ക്കുന്നു. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും ഞാനോ നിന്റെ നീതിയിൽ നിന്റെ മുഖത്ത് കാണും. ക്രിസ്തയേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി വീണ്ടും നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്തു. ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ സാക്ഷ്യം ക്രിസ്തുവിൽ എന്നെ പുതിയ സൃഷ്ടിയാക്കിയതിനെ കുറിച്ചാണ്. പക്ഷേ ഒറ്റയടിക്ക് പെട്ടെന്നൊരു സെക്കൻഡിലോ ഒന്നും ഞാൻ പുതിയ സൃഷ്ടിയായതല്ല, ആയിക്കൊണ്ടേയിരിക്കുന്നു. അത് പല കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയതാണ്. അപ്പോൾ ആ ഘട്ടമൊക്കെയും പറയുവാൻ എനിക്ക് സമയമുണ്ടോ എന്ന് ഞാൻ അച്ചാനോട് ചോദിച്ചു. നീ പറഞ്ഞോളാൻ പറഞ്ഞത്. എനിക്ക് പറയാനുള്ള പ്രാഗൽഭ്യമൊന്നുമില്ല, എന്നാലും ഇച്ചിരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിന് ആധാരമായിട്ട് ഒന്ന് രണ്ട് വചനങ്ങൾ സദൃശ്യവാക്യത്തിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സദൃശ്യവാക്യം എഴുതിയത് ദാവീദ് രാജാവിൻ്റെ മകനായ ശലോമോനാണ്. പിന്നെ നമ്മൾ അത് വേദപുസ്തകത്തിൽ അത് പ്രസ്താവിച്ചിരിക്കുന്നത് കൊണ്ട് അത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി എൻ്റെ ചെറുപ്പം മുതലേ വിശ്വസിച്ച് പോന്നിരുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ ബാല്യം മുതലുള്ള കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബാല്യകാലത്തെ ഒരു ചിട്ടയായ ജീവിതമാണ് ഞങ്ങളുടെ വീട്ടിൽ നയിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ 4 പെൺപിള്ളേരും ഒരാങ്ങളെയുമാണ്. അപ്പോൾ ആങ്ങളെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 4 പെൺപിള്ളേർ അടുപ്പിച്ചുണ്ടായ സമയം. അപ്പം അമ്മ ഒരു ബാലികാമഠത്തിലൊക്കെ പഠിച്ച ട്രെയിനിങ് ഉണ്ട്, അല്പസ്വല്പം ചിട്ട വട്ടങ്ങളൊക്കെ ഉണ്ട്, സദൃശ്യവാക്യങ്ങളൊക്കെ ഞങ്ങളെ പറഞ്ഞു കേൾപ്പിക്കും, അത് ബോധവൽക്കരണം നടത്തും, പഠിപ്പിക്കും. അങ്ങനെ സദൃശ്യവാക്യമാണ് കൊച്ചിലെ തൊട്ട് ഞങ്ങൾക്ക് കൂടുതൽ കേൾക്കുവാനിടയായത്. അപ്പോൾ ഇങ്ങനെ സഹോദരിമാരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇളയ പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അല്പസ്വല്പം തർക്കുത്തരം പറയുകയും സ്വല്പം വായാടിത്തരം കൂടുതലായും ഒക്കെ ഉള്ളൊരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ബോധവൽക്കരണവും അമ്മയാണ് എന്നെ ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഞാനിങ്ങനെ പഠിത്തം പൂർത്തിയായി വന്നൊരു 17 വയസ്സ് വരെയും ഞാൻ ജോലിക്ക് പ്രവേശിക്കുന്നിടം വരെ ഈ ബോധവൽക്കരണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം അമ്മ എന്നെ പറയേണ്ടിയൊക്കെ വന്നത്. അപ്പോൾ എന്താണേലും അങ്ങനെ ഒരു വളർച്ചയിൽ ഞങ്ങൾ ദൈവഭയം വളരെ ഉള്ളവരുമായിരുന്നു. മാതാപിതാക്കളെ അത്യന്തം ബഹുമാനിക്കുന്നവരായിരുന്നു. മുതിർന്നവരെ നല്ലപോലെ ബഹുമാനിക്കും, അതിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നും ഈ സദൃശ്യവാക്യങ്ങൾ ഞാൻ രാവിലെ അത് വായിക്കുകയും അത് ധ്യാനിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ സ്വഭാവത്തിൽ പല രൂപീകരണങ്ങളും നടത്താറുണ്ട്. അതെന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങൾക്കത് എത്ര ഉണ്ടെന്ന് എനിക്കറിയാൻ വേണ്ട. പക്ഷേ ബൈബിളിൽ സദൃശ്യവാക്യത്തിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് അതിൻ്റെ 1-ാം അധ്യായത്തിലെ സദൃശ്യവാക്യം 1-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം തൊട്ട് 7-ാമത്തെ വാക്യം വരെ നമ്മളെ ബോധവൽക്കരണം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വായിച്ചു തരാമോ? ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും
പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശ്യവാക്യങ്ങളും അലങ്കാര വചനങ്ങളും ജ്ഞാനിയുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും ഇവ ഉതകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങളുടെ ഒക്കെ ആഴമായ മനസ്സിലാക്കൽ അത് ചെറുപ്പത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നുമുണ്ട്. ഇപ്പം എന്നെ കൂടുതൽ മാനസാന്തരത്തിന് സഹായിച്ചത് ഇങ്ങോട്ട് വരുമ്പോൾ സദൃശ്യവാക്യം 16-ാമത്തെ സദൃശ്യവാക്യം 1 മുതൽ ഏതാണ്ട് 7 വരെയുള്ള വാക്യങ്ങളാണ്. ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ, നാവിൻ്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു. മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു. യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. അപ്പോൾ 1-ാമത്തെ വാക്യത്തിലെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ. അപ്പം എന്നെ സംബന്ധിച്ച് ഈ നിരൂപണങ്ങളും ചിന്തകളും മെനയാനായിട്ട് വളരെ വ്യഗ്രതയാണ്. അതെൻ്റെ പറയുന്ന ഒരു സ്വഭാവത്തിൻ്റെ കൂടെ ഒരു ഭാഗമായിരുന്നു. അപ്പം കണ്ടമാനം ചിന്തിക്കുക, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, ഞാൻ തന്നെ എന്നെ ചിന്തിക്കുക. അപ്പം ഇതൊക്കെ ഈ നിരൂപണങ്ങളൊക്കെ വ്യർത്ഥമാണെന്നും പക്ഷേ കർത്താവ് അപ്പം കേൾക്കുന്നതിന് മുമ്പേ മറുപടി പറയുക ഈ വക സ്വഭാവങ്ങൾ. അപ്പം കർത്താവാണ് നാവിന്മേലെ ഈ ഉത്തരം തരുന്നതും അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കേണ്ടതാണെന്നും ചിന്ത ഇങ്ങനെ അമിതമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നത് ദൈവികമല്ല എന്നും ഒക്കെ എന്നെ മനസ്സിലാക്കി തന്നു ആ ഒരു വാക്യത്തിൽ കൂടെ. 2-ാമത്തെ വാക്യത്തിലെ മനുഷ്യന് തന്നെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു, യഹോവയെ ആത്മാക്കളെ തൂക്കി നോക്കുന്നു. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാം എൻ്റെ ജീവിതത്തിനെ കമ്പയർ ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ പോക്ക് ശരിയാണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ വളർന്നതാണ്, ഞാൻ പറയുന്നതിലൊക്കെ ഒരു ന്യായം കണ്ടെത്തുകയും എൻ്റെ സ്വഭാവത്തിലൊരു ന്യായം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു. അത് ശരിയല്ലേ എന്നുള്ള ഞാൻ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് സമർത്ഥിക്കാനുള്ള വ്യഗ്രതയൊക്കെ എന്നിൽ ഉണ്ടായിരുന്നു. അപ്പം ഇത് വാക്യം ബൈ വാക്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ളതാണെന്ന് എന്നെ മനസ്സിലാക്കിയത്. പിന്നെ നിന്റെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ഇപ്പം പല കാര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ച പോലൊന്നും എൻ്റെ നടന്നില്ല, ഉദ്ദേശിച്ച ചിലതൊക്കെ നടന്നു. അപ്പോൾ ഈ വാക്യത്തിലോട്ട് വന്നപ്പം നമ്മളിതെല്ലാം നിരൂപിച്ച് വ്യർത്ഥമായ ആകാശക്കോട്ടയൊന്നും കെട്ടണ്ട, നിന്റെ പ്രവൃത്തികളൊക്കെയും യഹോവയ്ക്ക് സമർപ്പിക്കുക. അപ്പം നമ്മുടെ പ്രവൃത്തിയിലോട്ട് ഈ പല നല്ല ചിന്തകളെ കൊണ്ടുവരണമെന്നുള്ളത് എനിക്കത് മനസ്സിലാക്കി തന്നു. എന്നാൽ കർത്താവ് നിന്റെ ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു തരും. നമ്മളല്ല നമ്മുടെ പരിശ്രമിച്ച് നമ്മുടെ ഉദ്ദേശങ്ങൾ നടത്തണം, എന്നാലും കർത്താവിനാണ് അവിടെ മുൻഗണന കൊടുക്കേണ്ടത്. പിന്നെ യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. അപ്പം ഈ അടുത്ത കാലം വരെയും വിശ്വാസത്തിൽ വരുന്ന സമയമൊക്കെ ഞാൻ ചിന്തിച്ചു, പ്രാർത്ഥനയിലൊക്കെ വന്നാൽ എല്ലാം അങ്ങ് സ്മൂത്തായിട്ട് പോകും, അവിടെ ഒരു അനർത്ഥവും സംഭവിക്കയില്ല എന്നൊക്കെ എൻ്റെ ചിന്തയായിരുന്നു. പക്ഷേ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ കർത്താവ് തന്നെ കണ്ടിരിക്കുന്നതാണ്. നമ്മളപ്പോൾ അതിൽ പരാതിപ്പെടുകയോ കർത്താവുമായിട്ട് വിറുവിറുക്കുകയോ നിരപ്പാകാതിരിക്കുകയോ ഒന്നും വേണ്ട. ഈ വാക്യം നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ യഹോവ ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാം യഹോവയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ തത്രപ്പെട്ട് ബഹളം വെച്ചിട്ട് കാര്യമില്ല. അതും എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എടീ തത്രപ്പെട്ട് കാല് വെക്കുന്നവനൊക്കെ പിഴച്ചു പോകുമെന്ന് പറയുമായിരുന്നു. ആ വാക്യങ്ങളൊക്കെ ഇന്നും ഞാൻ ഓർത്തിരിക്കുകയാണ്.
പിന്നെ എന്നോട് പറയുമായിരുന്നു, ഗർഭത്തിന് നിങ്ങൾ എന്നാ വീഴ്ചയ്ക്ക് മുമ്പേ നെഗളം, ഈ നെഗളം നമ്മളിൽ അറിയാതെ തന്നെ കടന്നു വരും. എന്താ എനിക്കൊരു കുഴപ്പം, ഞാൻ പഠിക്കാൻ പിടിക്കുകയാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ എന്നാലും അമ്മ പറയും, നീ എന്നെ കൊണ്ടുണ്ടോ ഇത്രയും ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നത് ഒന്നുമില്ല കാണാൻ, എന്തേലും വീഴ്ച വരുന്നതിന് മുമ്പാണ് ഈ നെഗളമൊക്കെ നിനക്ക് വരുന്നതെന്ന് പറയാറുണ്ട്. അപ്പം അതൊക്കെ ഇന്നാണ് കൂടുതലായിട്ട് ഞാനത് ചിന്തിക്കുന്നത്. അപ്പോൾ അടുത്ത വാക്യത്തിൽ പറയുന്നു, ഗർവമുള്ള ഏകനും യഹോവയ്ക്ക് വെറുപ്പ്, അവന് ശിക്ഷ വരാതിരിക്കുകയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. അപ്പോൾ ഇവിടെ ദയയും വിശ്വസ്തതയും നമ്മൾ കൊണ്ടു നടക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് വിശ്വസ്തതയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എല്ലാവരോടും ഒന്നും ദയ കാണിക്കാൻ എനിക്ക് തോന്നാറില്ല. ചിലരോടൊക്കെ ഒരു സിമ്പതി തോന്നും, എല്ലാവരോടും ഒന്നും തോന്നാറില്ല. പിന്നെ യഹോവ ഭക്തി കൊണ്ട് മാത്രമേ മനുഷ്യൻ ഈ വക ദോഷത്തെയൊക്കെയും വിട്ടകലുന്നുള്ളൂ. ഒരുവൻ്റെ വഴി യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. അപ്പോൾ ആ ഒരു ഭാഗമാണ് പിന്നെയും എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തത്. പലരോടും എനിക്ക് കയ്പുണ്ടായിരുന്നു, ഒരു ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു വിശ്വാസത്തിലോട്ട് വന്നതിന് ശേഷം ആ കയ്പൊക്കെയും താനേ പോവുകയും ആ ശത്രുക്കളെ പോലും എനിക്ക് സ്നേഹിക്കുവാനുള്ളൊരു മനസ്സ് എന്നിലുണ്ടാകുകയും ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് എനിക്കൊരു തോന്നി. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോഴേ, ഞാൻ എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞാൻ മാതാപിതാക്കളുടെ കണ്ണിലുണ്ണിയായിരുന്നു. പിന്നെ പഠനകാലം ഇങ്ങോട്ട് എടുത്തപ്പോൾ ഞാൻ ക്ലാസ്മേറ്റുകളുടെയും ടീച്ചേഴ്സിൻ്റെയും കണ്ണിലുണ്ണിയായിരുന്നു. പിന്നെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലോട്ട് വന്നപ്പോൾ ഞാൻ മേലധികാരികളുടെ കണ്ണിലുണ്ണിയായിരുന്നു. എനിക്കെങ്ങും എന്നെ ആരും എന്നെ കുറയ്ക്കാറില്ല, ഒന്നിനിങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്വഭാവം അങ്ങനെയായിരുന്നു. പിന്നെ ആകെ പ്രശ്നമായിട്ട് വരുന്നത് ഞാൻ കുടുംബജീവിതത്തിലോട്ട് കയറിയപ്പോൾ എനിക്ക് പല മനപ്രയാസങ്ങളും നേരിട്ടു. എനിക്ക് ഒരിക്കലും ആരുടെയും കണ്ണിലുണ്ണിയോ പ്രിയപ്പെട്ടവളോ ആകാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ വ്യക്തി ജീവിതത്തെ, അതായത് എൻ്റെ വ്യക്തിത്വത്തെ തന്നെ അത് പിടിച്ചുലച്ച് കളഞ്ഞു. പല സംഭവങ്ങൾ കൂടെ കടന്നുപോയി, പല ആഭ്യന്തര യുദ്ധങ്ങളും എന്നിലുണ്ടായി, പല വൈകാരിക നിമിഷങ്ങൾ എന്നിലുണ്ടായി. അപ്പോൾ അത് ആരോഗ്യത്തെ തന്നെ മൊത്തമേ ബാധിച്ചു, പല അസുഖങ്ങൾ എനിക്കുണ്ടാകാൻ തുടങ്ങി. അപ്പോൾ എന്നാൽ ജീവിതത്തിൻ്റെ ഈ സായം സന്ധ്യയിൽ, അതായത് ഈ 62 കഴിഞ്ഞ് 63 നടക്കുന്ന എനിക്ക് വചനത്തിൽ കൂടി പല കാര്യങ്ങളും മനസ്സിലാകാൻ തുടങ്ങി. നാം ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവളാണ് ആകേണ്ടിയിരിക്കുന്നത്, അല്ലാതെ മനുഷ്യരുടെ പ്രിയപ്പെട്ടവളല്ല. ഇപ്പം ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. അതെനിക്കൊരു പെന്തിക്കോസ് സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ആ കൊച്ചെന്നോട് ഒരു ദിവസം ഒരു പുസ്തകം തന്നിട്ട് പറഞ്ഞതാണ്, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നേക്ക് നിലനിൽക്കുന്ന ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചാൽ സമാധാനം നമുക്ക് ഉണ്ടാകും. അപ്പം അത് മാത്രമല്ല, സമാധാനവും സന്തോഷവും നിത്യജീവനെയും നമുക്ക് കരസ്ഥമാക്കുക, ആ ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുക. അങ്ങനെ കൊലോസ്യർ 1:20 പറയുന്നത് പോലെ, യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലും യേശു മുഖാന്തരവും സമാധാനം ഉണ്ടാക്കി സകലത്തെയും യേശുവിനെ കൊണ്ട് നിരപ്പാക്കി. എനിക്ക് ആദ്യമൊന്നും ദൈവത്തോടൊരു നിരപ്പൊന്നും ഇല്ലായിരുന്നു. ദൈവം എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ വരുത്തി, എന്തുകൊണ്ട് ഇങ്ങനെ വരുത്തി എന്നുള്ള മറുതലിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വാക്യം എന്നെ ടച്ച് ചെയ്തു. അപ്പം ഞാൻ ആദ്യം തന്നെ ദൈവത്തോട് നിരപ്പായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനുഷ്യരോടും നിരപ്പാകാൻ സാധിച്ചു. അപ്പോൾ ആ മനുഷ്യരോടെല്ലാം ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ശത്രുതാ മനോഭാവം എന്നിൽ നിന്ന് മാറി ഞാൻ ശത്രുവായിട്ട് എനിക്ക് വേണ്ടി പല കൊള്ളരുതായ്മകളും ചെയ്തവരെ പോലും ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയ മാറ്റം എന്നിൽ ഉണ്ടായേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നത്. അപ്പം ഇതിനെല്ലാം പരിശുദ്ധാത്മാവാണ് എന്നെ സഹായിച്ചത്. ഞാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം എപ്പോഴും തേടാറുണ്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുള്ള എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു.
ആനിലൂടെ കേൾപ്പിച്ച സാക്ഷ്യത്തിനോട് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വായിച്ച 17-ാം സങ്കീർത്തനത്തിലെ 8-ാം വാക്യത്തിൽ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന, നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ, എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാത്ത വണ്ണം നിൻ്റെ ചെറുകൻ്റെ നെടിൽ എന്നെ മറച്ചു കൊള്ളണം. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായു കൊണ്ട് വമ്പ് പറയുന്നു. അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു, ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വെക്കുന്നു. ദാവീദ് വളരെ സങ്കടത്തോടെ പറയുകയാണ്. കാര്യം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത്, മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞു. അപ്പം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കറിയില്ല ആരാണ് നിഷ്ഠൂരൻ. അപ്പം അത് മനസ്സിലാക്കുന്ന എങ്ങനെയാണ്? മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ, ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന വചനം കൊണ്ട് നിഷ്ഠൂരൻ്റെ പാതകളെ ഒഴിയുവാൻ തക്കവണ്ണം ദാവീദിന് സാധിച്ചു. എന്നിട്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്റെ അത്ഭുത കാരണം കാണിക്കണം, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ കൊള്ളയിടുവാനും നമ്മുടെ നിലത്ത് തള്ളിയിടുവാനൊക്കെയും ഇല്ലേ, ഈ ദുഷ്ടനാകുന്ന പിശാച് മനുഷ്യരിലൂടെ എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെയും കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വചനത്താൽ 15-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാനോ നീതിയിൽ ദൈവത്തിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ആനി പറഞ്ഞതുപോലെ രാവിലെ ഉണരുമ്പോൾ ദൈവത്തിൻ്റെ രൂപം കാണുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തൃപ്തിയുടെ അനുഭവം ഉണ്ടാകുവാനും സാധിക്കുകയാണ്. അനേക ആളുകൾ തൃപ്തിയില്ലാതെ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തൃപ്തി തന്ന് നമ്മളെ നടത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ കുഞ്ഞോളാൻറ്റി കടന്നു വന്ന് മധ്യസ്ഥ പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമേ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവുമായിരിക്കുന്ന ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ വാത്സല്യം സ്നേഹിക്കുന്ന ഞങ്ങളുടെ അബ്ബാപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യ കഴിഞ്ഞ സമയത്ത് കർത്താവേ, അവിടുത്തെ മക്കളെ കർത്താവെ, അടിയങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ആലയത്തിന്റെ നടുവിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, ആത്മാവിൽ പാടുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ജീവിക്കപ്പെടുന്ന ഞങ്ങളെ ജീവിപ്പിക്കുന്ന ആ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് തന്ന നല്ല സങ്കീർത്തനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് കർത്താവെ, അവിടുത്തെ വായിലെ വചനത്താല് നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ തന്ന ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അബ്ബാപിതാവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ തിരിഞ്ഞു
പുണ്യാഹ രക്തത്താൽ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ പാപക്കറകളെ അവിടുന്ന് കഴുകി തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും യോഗ മനസ്സുയോഗ മാർഗവും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് ആഗതനായിരിക്കുന്ന പരിശുദ്ധാത്മാവെ ഇത് ഞങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായി ഇടപെടുമാറാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് അടിയങ്ങളെ നന്ദി പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പിതാവെ ആട്ടിൻകൂട്ടം പോലെ ആളുകളെ ആലയത്തിലേക്ക് കർത്താവ് അവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് വരുവാൻ സാധിക്കാത്തവർക്കും കർത്താവെ ഇവിടുന്ന് വചന വിശപ്പ് വചന ദാഹം ഓരോ ഹൃദയങ്ങളിലേക്കും കർത്താവ് അവിടുന്ന് അയക്കുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൂട്ടായ്മയ്ക്കായി നേതൃത്വം നൽകുന്ന മുനിച്ചാനെ കുടുംബമായി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, ഞങ്ങളുടെ രോഗികളെയൊക്കെ ഞങ്ങൾ തിരുമുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൂസിയാന്റിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ കാലിന്റെ വേദനയാല് ബുദ്ധിമുട്ടാല് ഭാരപ്പെട്ടിരിക്കുന്ന മകൾക്ക് യേശുവിന്റെ അടിപ്പണരാൽ അവിടുന്ന് സൗഖ്യം കൊടുത്ത് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, തക്ക തുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾ ജിനുവിനെയും അനൂപിനെയും ഈ സമയം കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്ക് തക്ക തുണയെ കൊടുത്ത് കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ രോഗത്തിന്റെ ഭാരത്തിൽ നിന്ന് ഈ നടുവിലേക്ക് കടന്നു വന്നിട്ടുള്ള മക്കളെ കർത്താവ് അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, കർത്താവെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ കരം അവിടുന്ന് നീട്ടുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്ന് കർത്താവെ അവിടുത്തെ മകൻ വചനം പറയുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ കർത്താവെ ഓരോരുത്തരെയും അവിടുന്ന് തൊടുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുക. കർത്താവെ കർത്താവിന്റെ മുഖം കണ്ടു ഉണരുവാനുള്ള കൃപയുടെ ഞങ്ങൾക്ക് അവിടുന്ന് തരുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവിനോട് ചേർന്നിരിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് തരുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, എന്റെ കർത്താവെ ഇന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും കൂട്ടി വരുത്തി ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച് കർത്താവിന്റെ പാദവിടെ കൂട്ടി വരുത്തിയ കൃപയ്ക്കായി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ മാനസാന്തരപ്പെട്ടവരുടെ മാനസാന്തരം എന്നിവിടെ നടക്കുമാറാകണമെന്ന് അടിയങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരവരുടെ ഭവനങ്ങളിലായിരിക്കുന്നവരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ അവർക്കൊക്കെ വചനദാഹവും വചന വിശപ്പും കർത്താവ് അവിടെ നയിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ അല്പസമയം ഞങ്ങൾ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ കൂടി വരവ് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലമ്പള്ളിലെ അമ്മച്ചിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിന്റെ അത്ഭുതകരമായിരിക്കുന്ന കാര്യം അവിടുന്ന് നീട്ടി കർത്താവിന്റെ ഇഷ്ടം അവിടുന്ന് നിറവേറ്റപ്പെടുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ പ്രാർത്ഥന കേട്ട കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയാപ്പാ. സകലതോടെ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ നിങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു. അവിടുന്ന് കൃപയോടെ കെട്ടിത്തരം വെള്ളമാറാകണമേ. ആരാധിക്കാതെ എഴുന്നേക്കാം. പാഠപുസ്തകത്തിലെ 6-ാമത്തെ പാട്ട് സ്തുതിപ്പീൻ സ്തുതിച്ചിരുന്നു. നമ്മുടെ രാജാതിരാജനായ യേശു ക്രിസ്തുവിനെ സ്തുതിച്ച പാട്ട് കൈകൊട്ടി ആരാധിക്കാം. ഏക മനസ്സോടെ എല്ലാവർക്കും എഴുന്നേറ്റിരുന്ന ആത്മാവിൽ ആരാധിക്കാം. 2-3 പേർ കൂടുന്ന നടുവിൽ നമ്മുടെ കർത്താവ് വരുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുക. കാര്യങ്ങളെ വിളിച്ച് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്ന് സ്തുതിച്ചിടുവീൻ യേശുരാജാതിരാജാവിനെ. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്ന് സ്തുതിച്ചിടുവീൻ യേശുരാജാതിരാജാവിനെ. ഈ പാത്രത്തിൽ സൃഷ്ടിനാഥനായി എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാത്രത്തിൽ സൃഷ്ടിനാഥനായി എൻ്റെ ഉള്ളത്തിൽ
ആത്മാവിൽ നമ്മളെ നിറച്ച കർത്താവിനെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. കരുണാമയനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവേ, എൻ്റെ യേശുവേ സ്തോത്രം എടുത്തിട്ട് പാത്തിൽ സന്ധ്യാസമയത്ത് അയപ്പാൻ കർത്താവ് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ എൻ്റെ മധ്യ ഉണ്ടെന്ന് അരുളി ചെയ്തവനായ കർത്താവേ, നീ മധ്യത്തിൽ കടന്നു വന്ന് കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം കടന്നു വന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പല ഭവനത്തിൽ നിന്നും പല ദേശത്തിൽ നിന്നും കടന്നു വന്ന മക്കളെയൊക്കെയും കർത്താവെ കൂട്ടി വരുത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ, ഹല്ലേലൂയ സ്തോത്രം. കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. പല സ്വസ്ഥതകളാലും ഭാരങ്ങളാലും ഒക്കെ കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കളെ കർത്താവെ, ആ ദൃഷ്ടിയാൽ നീ ഒന്ന് കാണണമേ കർത്താവെ. അവിടെ ഭാരങ്ങളെ നീ നീക്കണമേ കർത്താവെ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ, സകല പാപവും പോക്കുവാൻ കഴിവുള്ളവനായ യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് മുദ്രയിട്ടി മക്കളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏകരക്ഷകൻ എൻ്റെ യേശു മാത്രമാണ് കർത്താവെ. ആ രക്തത്താൽ യേശുവിൻ്റെ ആ അടിപ്പിണരാൽ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ഇന്ന് കർത്താവെ കടന്നു വന്നിരിക്കുന്ന മക്കളെ വീണ്ടും അനുഗ്രഹിക്കുന്നു കർത്താവെ. സ്തോത്രം കർത്താവെ. ഈ ആലയവും പരിശുദ്ധ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടം തൊടാത്തവണ്ണം ദൈവമേ കാത്തുകൊള്ളണമേ കർത്താവെ. ഞങ്ങളെ ഇരിക്കുന്ന എല്ലാവരെയും ആത്മാവിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. അധികമായ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ വചനം കർത്താവെ പ്രസംഗിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ. ഹല്ലേലൂയ സ്തോത്രം.
വചനം പറയുന്ന മകനെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിൽ അവിടുന്ന് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. ആ വചനം കേട്ട് ഞങ്ങൾ കർത്താവെ രൂപാന്തരം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളിലും ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ആത്മാവ് ഇവിടെ കൂടി വന്നിരിക്കുന്നവരുടെ മേൽ പരിവർത്തിക്കണം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. മനവും മഹത്വവും എൻ്റെ അപ്പച്ചൻ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. തൊണ്ണൂറ്റേഴാമത്തെ പാട്ട്. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷം ഉല്ലാസമുണ്ട്.